ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ക്ഷമയുടെ പുതിയ എപ്പിസോഡിലെ മുത്തശ്ശിയും പ്രിയയുടെ കൂട്ടുകാരികളും കൂടെ സംസാരിക്കുകയാണ്. സോന പറയും, മുത്തശ്ശി പ്രിയനെ വിളിച്ചു നോക്കണ്ടേ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയണ്ടേ. ജാനകി പറയും, പ്രിയങ്കയുടെ മുഖം കാണുമ്പോ വരുൺ വയലന്റ് ആവുന്നുള്ള കാര്യം ഉറപ്പാ, അതിനെന്താ ചെയ്യാൻ പറ്റുക. മുത്തശ്ശി പറയും, എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മക്കളെ. കല്യാണ മണ്ഡപത്തിലെ കാര്യങ്ങള് ആർക്കും സംശയമില്ലാതെ കഴിഞ്ഞു, ഇനി ബാക്കി എന്താവോ എന്തോ. സോന പറയും, മുത്തശ്ശി എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും വരുണിനെ ഉപേക്ഷിച്ച് പ്രിയങ്ക വരില്ല, അത് ഞങ്ങൾ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പ്രിയങ്ക ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കണിമംഗലത്ത് നിന്നുണ്ടാവുന്ന അവളുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ, അവളുടെ എല്ലാ സ്വപ്നങ്ങളും വരുണിലൂടെ നേടിയെടുക്കാന്ന അവളുടെ ആഗ്രഹം. മുത്തശ്ശി പറയും, ഇനി എല്ലാം ദൈവത്തിന്റെ കഴിയില്ല. അപ്പോഴാണ് സോനയുടെ ഫോണിലേക്ക് പ്രിയങ്കയുടെ കോള് വരുന്നത്. ഇങ്ങതാ എന്ന് പറഞ്ഞ മുത്തശ്ശി വാങ്ങിക്കാം. മോളെ പ്രിയങ്കെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രിയ പറയും, ആ ഉണ്ട്. അത് കേൾക്കുമ്പോ മുത്തശ്ശി ഞെട്ട. അവൻ നിന്നെ തിരിച്ചറിഞ്ഞോ? ബഹളം ഉണ്ടാക്കിയോ? അതൊന്നും അല്ല മുത്തശ്ശി, ഇവിടെ ഒരുപാട് ചടങ്ങുകളാ. ഇതിപ്പോ താലിപൂജ നടക്കാൻ പോകും, പക്ഷെ എന്റെ കഴുത്തിൽ താലിയില്ല. മുത്തശ്ശിക്കും, താലിയില്ലേ? നിന്റെ കഴുത്തില് ഞാനല്ലേ താലിച്ചരട് കെട്ടിത്തന്നെ. പ്രിയ പറയും, ആ ചരട് ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴാ നോക്കുന്നത്, അതില് താലിയില്ല. ഇത് കേൾക്കുന്ന മുത്തശ്ശി ഞെട്ടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും മുത്തശ്ശി? പിടിക്കപ്പെട്ടാൽ ഇതോടെ എല്ലാം തീരും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? മോള് സമാധാനമായിട്ട് അവിടെ നിൽക്ക്, മുത്തശ്ശി എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം. താലിപൂജ നടക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഞാൻ ആറ്റോശ്ശേരിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. മുത്തശ്ശേരി, നീ ഫോൺ വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ അതിന് പരിഹാരം എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഓക്കെ എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യാണ് പ്രിയ. ശേഷം പ്രിയ താലിച്ചരടിലെ താലി ഇല്ലാത്തത് ആരും കാണാതെക്കാൻ വേണ്ടിയിട്ട് ആ സാരിയുടെ ഉള്ളിലേക്കായിട്ട് അവിടുന്ന് പോവാണേ. സോന ചോദിക്കും മുത്തശ്ശിയോട്, എന്തു പറ്റി? എല്ലാം ഭദ്രമാണെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും വേറെയും ചിലത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഫോൺ കൊടുത്തതിനു ശേഷം ദേഷ്യത്തില് അകത്തേക്ക് കയറി പോവാണേ. രാധികയുടെ അടുത്തേക്കാവും. രാധിക ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും, ഡേ ഇവിടെ വാടി എന്ന് പറഞ്ഞ് രാധികന്റെ മുടി പിടിച്ച് വലിച്ച്, ചതിച്ചല്ലേടി, പ്രിയങ്ക കണിമംഗലത്ത് ജീവിക്കാൻ പാടില്ലെന്ന് നീ അങ്ങ് തീരുമാനിച്ചല്ലേ? രാധിക, മുത്തശ്ശി എന്താ പറയുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി മുടി കുത്തി പിടിച്ച് വലിക്കണേ. ഇത് കണ്ട് യശോദാമ്മ വരിക. മുത്തശ്ശിക്കും, ഇങ്ങനെയുള്ള ചതി നീ ഞങ്ങളോട് എന്തിനു ചെയ്തു? ഇതേ സമയം യശോദാമ്മ വന്നിട്ടേക്കും, എന്താ അമ്മേ എന്താ ഈ കാണിക്കുന്നത്? അപ്പോ മുത്തശ്ശി പറയും, പ്രിയങ്കപ്പ എന്നെ വിളിച്ചു, അവളുടെ കഴുത്തിൽ കിടക്കുന്ന ചരടിലെ താലിയില്ല. ഇത് കേൾക്കുന്ന രാധികയും അമ്മയും ഞെട്ടിപ്പോവാ. ഇവളത് മാറ്റിവെച്ചു, കരുതി കൂട്ടി മാറ്റിവെച്ചു. രാധിക പറയും, ഇല്ല മുത്തശ്ശി, എന്റെ കഴുത്തുനിന്ന് നിങ്ങൾ എല്ലാരും കൂടിയല്ലേ അത് അയച്ചെടുത്തത്, അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു? അപ്പോഴും മുത്തശ്ശി രാധികയുടെ മുടി കുത്തിപ്പിടിച്ചിട്ട് വയ്ക്കും. പിന്നെ അത് എവിടെ പോയടി, പറയടി, നീ അത് എന്ത് ചെയ്തു എന്ന് വെച്ച് മുടി ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴും രാധികയ്ക്ക് വേദനിക്കുന്നുണ്ട്. ഞാനൊന്നും പറയട്ടെ എന്ന് പറയുമ്പോ അതൊന്നും കേൾക്കാൻ മുത്തശ്ശി തയ്യാറാവുന്നില്ല. യശോദാമ്മ, അമ്മ അവൾ വിട് എന്ന് പറഞ്ഞിട്ട് രാധികനെ പിടിച്ചു മാറ്റുക. അവളോട് ചെയ്യാനുള്ള ദ്രോഹങ്ങൾ എല്ലാവരും കൂടി അവളോട് ചെയ്തില്ല, ഇനി ഇതിന്റെ പേരില് സമ്മതിക്കില്ല ഞാൻ. ഇവള് പറയുന്നതിലും കാര്യമില്ലേ, മണവാട്ടിയുടെ വേഷത്തിൽ നിന്ന് മാറുമ്പോ പൊട്ടിക്കരഞ്ഞോണ്ട് നിക്കായിരുന്നില്ലേ എന്റെ കുട്ടി? രാധിക കരഞ്ഞിട്ട് പറയും, അമ്മേ ഞാനത് എടുത്തിട്ടില്ല, ഞാനത് കണ്ടിട്ടുമില്ല. മുത്തശ്ശി പറയും, യശോദേ തർക്കിക്കാനുള്ള നേരമല്ല ഇത്, അവിടെ താലി പൂജ എന്നൊരു ചടങ്ങുണ്ട്, അത് നടക്കാൻ പോവാ. അതിനു മുമ്പ് പ്രിയങ്കയുടെ കഴുത്തിലിടാനുള്ള താലി അവിടെ എത്തണം. യശോദയ്ക്കും, അമ്മ എന്തൊക്കെ പറയുന്നേ, അങ്ങനെ ഒരു താലി ഇപ്പൊ എവിടെ കിട്ടാനാ? അതുകൊണ്ട് ആർക്കാ പോവാൻ പറ്റുക? എന്താ അവരോട് പറയാ? താലി വീണുപോയെന്നോ? അതിലും വലിയ അപശകുനം വേറെ ഉണ്ടോ? മുത്തശ്ശേരിയും, എന്റെ താലിപ്പെട്ടിക്കകത്തുണ്ട്, രണ്ടും ഒരുപോലെയാ, തൽക്കാലം അതെടുക്കാം, പക്ഷെ ആരും അറിയാതെ അത് പ്രിയങ്കയുടെ കയ്യിലെത്തണം. കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ നിനക്ക് എന്ന് രാധികയോട് വയ്ക്കുമ്പോ രാധികയും അമ്മയും ഞെട്ടിപ്പോവാ. യശോദയും, പറ്റില്ല, ഇവളെ പറഞ്ഞയക്കേണ്ട. അതിന് മുത്തശ്ശേരിയും, പറഞ്ഞയക്കാൻ പകരം താലിയില്ലാത്ത മകൾ ഇങ്ങോട്ട് തിരിച്ചു വരും. ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടാലേ ദേവൻ എന്തായിരിക്കും തീരുമാനിക്കാന്ന് നിനക്കറിയാലോ, അത് നിനക്ക് കാണണോ? അമ്പലത്തിലെ വരന്റെയും വധുവിന്റെയും പേരിലെ പൂജ നടത്തണം, പ്രത്യേക പൂജ, അതിന്റെ പ്രസാദം കൊണ്ടുകൊടുക്കാനാണെന്ന് പറഞ്ഞ് കണിമംഗലത്ത് എത്താം. ആ പ്രസാദത്തിന്റെ അടിയിലെ താലി വെച്ചാ മതി, എന്നിട്ട് അതെടുത്ത് പ്രിയങ്കയ്ക്ക് കൊടുത്തിട്ട് അതെടുത്ത് അണിയാൻ പറഞ്ഞാ മതി. യശോദ പറയും, അങ്ങനെയാണെങ്കിൽ ഞാനും രാധികയും കൂടെ പോകാം. മുത്തശ്ശേരിയും, വേണ്ട, എല്ലാവരും കൂടി ചെന്ന് അവര് സംശയിക്കും, മാത്രമല്ല കല്യാണപ്പെണ്ണിന്റെ അമ്മ അങ്ങനെ ചെല്ലുന്നതിൽ തെറ്റുണ്ട്. രാധികയുടേക്കും, എന്താ നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? രാധികയ്ക്ക് ആകെ പേടിയാവും. എന്നാലും മുത്തശ്ശിയുടെ നോട്ടത്തിന് മുന്നിലെ തല താഴ്ത്തിക്കൊണ്ട് പറയും, ഞാൻ പോവാം. മുത്തശ്ശേരിയും, ഒരു കാര്യം നീ ഉറപ്പിച്ചോ, വരുൺ നിന്നെ ഒരിക്കലും കാണാൻ പാടില്ല, അല്ലാതെ വേണം നീ അത് പ്രിയങ്ക ഏൽപ്പിക്കാൻ. പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ ഇനി വരുന്ന കാര്യങ്ങൾക്കെല്ലാം നീയാ കാരണക്കാരി. രാധിക ആകെ പേടിക്കും. ഞാൻ താലി എടുത്തു തരാം എന്ന് പറഞ്ഞ മുത്തശ്ശി പോവാ. രാധിക അമ്മേ എന്ന് വിളിക്കുമ്പോ അമ്മ വിഷമത്തിൽ പറയും, ആരെയും അമ്മയ്ക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ലല്ലോ മോളെ. രാധിക പറയും, ഇങ്ങനൊരു പരീക്ഷണവും കൂടി എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പോയിക്കോളാം അമ്മേ എന്നിങ്ങനെ പറയണേ സങ്കടത്തില്. ശേഷം പിന്നീട് താലിയുമായിട്ട് രാധിക കണിമംഗലത്തേക്ക് പോവണേ. ഓട്ടോയിലിരുന്നിട്ട് ആകെ ടെൻഷനിലാണേ, പ്രാർത്ഥനയിലാ. എന്റെ കൃഷ്ണ, ഞാൻ അവിടെ ചെന്നാൽ ആകെ കുഴപ്പമാവും. ഈ സമയത്തിനകം അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് വയ്യ വരുണിന്റെ മുന്നിലേക്ക് പോവാൻ, പക്ഷേ പ്രിയങ്കയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്തേ പറ്റൂ. താലി പ്രിയങ്ക ഏൽപ്പിച്ചതിനു ശേഷം എങ്ങനെയെങ്കിലും ആരും അറിയാതെ എന്നെ പുറത്തിറക്കി തരണേ ഈശ്വര എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോടു കൂടിയാണ് ആ താലിയൊക്കെ കയ്യിൽ പിടിച്ച് രാധിക പോകുന്നത്.
ഇതേ സമയം കണിമംഗലത്തെ താലിപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിക്കും എല്ലാം കഴിഞ്ഞോ? പത്മിനി പറയും കഴിഞ്ഞമ്മേ, എങ്കി വാ നമുക്ക് മോളെ വിളിക്കാം എന്ന് പറഞ്ഞ് പ്രിയയുടെ അടുത്തേക്ക് പോവാ. ഇതേ സമയം പ്രിയ ആണെങ്കില് താലിച്ചരടും കൈ പിടിച്ച് ആകെ ടെൻഷനോട് കൂടി അവിടെ നിൽക്കണേ. അപ്പോഴായിരിക്കും മുത്തശ്ശിയും അമ്മയും കൂടെ വരുന്നത്. മോളെ, പൂജാ റൂമിലേക്ക് പോകാറായി, ഈ ചടങ്ങൂടെ അങ്ങ് തീർത്തേക്കാം അല്ലേ? അല്ല, ഇതെന്താ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഇത് സ്വന്തം വീടാണെന്ന്, വാ എന്ന് പറഞ്ഞ് പ്രിയനെ കൊണ്ടുപോവാണ്. പ്രിയ ടെൻഷനോട് കൂടി നിൽക്കാ. അപ്പോഴായിരിക്കും അച്ഛൻ സൂര്യയെ കൂട്ടി അങ്ങോട്ട് വരുന്നത്. എല്ലാവരും എത്തിയോ പത്മിനി? കൽപ്പന എവിടെ? അപ്പോഴേക്കും ഉർവശിയും കൽപ്പനയും ചന്ദ്രശേഖരനൊക്കെ അങ്ങോട്ട് വരും. കൽപ്പന പറയും, അമ്മേ, താലിപൂജയ്ക്ക് മുമ്പ് പുതുമണവാട്ടിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ, ഞാൻ കയറി വന്നപ്പോ അങ്ങനെയായിരുന്നു. പത്മിനി പറയും, അത് പൂജ കഴിഞ്ഞിട്ട് ചെയ്യാന്നായിരുന്നു, ഇനിയിപ്പോ മോളെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് സമ്മാനം കൊടുത്തിട്ടാവാൻ താലിപൂജ അല്ലമ്മേ. കൽപ്പനയ്ക്ക് അനുജത്തിക്ക് എന്താ കൊടുക്കണ്ടേന്ന് വെച്ചാൽ കൊടുത്തോളൂ എന്ന് മുത്തശ്ശി പറയാ. കൽപ്പന പറയും, എനിക്കൊരു അനുജത്തി വരുമ്പോ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സമ്മാനം തന്നെ ആയിരിക്കണം അവൾക്ക് കൊടുക്കണ്ടെന്നാ എന്റെ ആഗ്രഹം. ഒരു ഡയമണ്ട് നെക്ലേസാ ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. പ്രിയ അങ്ങ് ഞെട്ടിപ്പോവും. പ്രിയ മാത്രല്ല എല്ലാരും. അങ്ങനെ കൽപ്പന പറയും, പക്ഷേ ഇവിടുത്തെ അവസ്ഥ വെച്ച് അതിനേക്കാളും വലിയ സമ്മാനമാണ് പ്രിയക്ക് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. അപ്പൊ ചന്ദ്രശേഖരൻ ചോദിക്കും, ഡയമണ്ട് നെക്ലേസിനേക്കാളും വില കൂടിയ സമ്മാനോ? അതെന്താ? ഉർവശി പറയും, എനിക്കറിയില്ല, കൽപ്പന എന്ത് ചെയ്താലും അതിനൊരു അർത്ഥം ഉണ്ടാവുമല്ലോ. സൂര്യ പറയും, അത് ശരിയാ, അർത്ഥം വെച്ച വാക്കുകൾ പറയാൻ കൽപ്പനയെക്കാളും മിടുക്കിയായിട്ട് ആരുമില്ല, എന്തായാലും കൊടുത്തോളൂ. അപ്പൊ കൽപ്പന ഒരു ബോക്സ് ആയിട്ട് പ്രിയയുടെ അടുത്ത് ചെന്ന് അത് കൊടുക്ക. പ്രിയ നല്ല സന്തോഷത്തോടെയാ അത് വാങ്ങിച്ചിരിക്കുന്നത്, നല്ല എക്സൈറ്റ്മെന്റും ഉണ്ട്. മുത്തശ്ശി പറയും, അത് തുറക്കുമോളെ, എന്താ കൽപ്പനയുടെ അത്ഭുതം എന്ന് അറിയാലോ. തുറക്കുമോളെ എന്ന് പത്മിനിയും പറയണേ. അങ്ങനെ പ്രിയ അത് തുറന്നു നോക്കുമ്പോണ്ടാവും അതില് കാശിമാല, ഒരു മുത്തൊക്കെ ഉള്ള ഒരു മണ്ണിന്റെ ഒക്കെ കളർ പോലെ. അങ്ങനെ ഇത് കാണുന്ന എല്ലാരും ഞെട്ടും. പ്രിയയും ചന്ദ്രശേഖരന് ചിരിക്കുന്നുണ്ട്. ഉർവശിയും. അച്ഛൻ ചോദിക്കും, ഇതാണോ വിലപിടിപ്പുള്ള സമ്മാനം? ഇതിന്റെ ഉദ്ദേശം ആശംസയാണോ അതോ പരിഹാസമാണോ? കൽപ്പന പറയും, അച്ഛാ, കണിമംഗലത്ത് വന്നു കയറുന്ന പെണ്ണുങ്ങളെ ഇതൊരെണ്ണം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം ഭർത്താവിന്റെ കൂടെ ജീവിക്കാനാണോ യോഗം അതോ ജപിച്ച് ജന്മം തീർക്കാനാണോ യോഗം എന്നറിയില്ലല്ലോ. എന്റെ യോഗം അതാ. അപ്പൊ പിന്നെ ഞാൻ വേറൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അവിടെയും സൂര്യനിട്ട് വല്ലാതെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. ഇവിടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കൊന്നും ഒന്നും മറുപടി പറയാനില്ല. എല്ലാരും സൂര്യനെ നോക്കുക. സൂര്യ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയില് ചിരിച്ചോണ്ട് നിൽക്കുക. അപ്പോ പ്രിയങ്ക പറയും, താങ്ക് യു ഏട്ടത്തി. എന്തായാലും ഏട്ടത്തിയുടെ ആദ്യ സമ്മാനം ഞാൻ എന്തായാലും മനസ്സിൽ ഓർത്ത് വെക്കും. ഇതിന് പകരം എനിക്കും അങ്ങോട്ടൊരു സമ്മാനം തരാലോ അല്ലേ? കൽപ്പന പറയും, അമ്പലത്തിലെ വല്ല പ്രസാദമായിരിക്കും, അല്ലാതെ ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് വേറെ എന്താ തരാൻ പറ്റുക? പ്രിയ പറയും, ഏതായാലും എനിക്ക് തന്ന സമ്മാനത്തെക്കാളും ഒട്ടും കുറവ് വരില്ല എന്ന് പറഞ്ഞ് പ്രിയ അതവിടെ വെച്ചതിന് ശേഷം അവിടെയുള്ള ഒരു കലണ്ടറിന്റെ അടുത്തേക്ക് പോവാ. അവിടെ ഒരു സൂചി കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സൂചി നൂലെടുത്ത് കൊണ്ടുവന്നിട്ട് കൽപ്പനയോട് പറയും, ഇതാണ് ഏട്ടത്തിക്കുള്ള എന്റെ സമ്മാനം. അത് കാണുമ്പോ കൽപ്പന അങ്ങ് ഞെട്ടിപ്പോവും. പ്രിയ പറയും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുന്നതിന് മുമ്പ് വാ തുന്നിക്കെട്ടണം എന്ന് പറഞ്ഞ് അത് കൽപ്പനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്ക. കൽപ്പന ആകെ നാണം കെടും. അമ്മയ്ക്കും മുത്തശ്ശിക്കും അച്ഛനൊക്കെ ചിരി വരും. സൂര്യ കൈയടിക്കും. കൽപ്പന ഇങ്ങനെ തുറച്ചു നോക്കുമ്പോ സൂര്യ അത് സ്റ്റോപ്പ് ചെയ്യണേ. അവിടെ വേറെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, അതായത് ചന്ദ്രശേഖരനെ ഉർവശിക്കും. പ്രിയയ്ക്കും ഏട്ടത്തിക്ക് എന്റെ സമ്മാനം ഇഷ്ടപ്പെട്ടോ? വായിൽ വരുന്നത് നല്ല വാക്കുകളാണെങ്കിൽ അതെല്ലാവർക്കും വിളമ്പിക്കൊടുക്കാം, പക്ഷെ വായിൽ വരുന്നത് ചീത്ത വാക്കാണെങ്കിൽ അത് നമ്മൾ വിഴുങ്ങാനേ പാടുള്ളൂ, അല്ലേ മുത്തശ്ശി? അപ്പൊ മുത്തശ്ശി പറയും, അതെ, അത് മോള് പറഞ്ഞത് ശരിയാ. പ്രിയ ഇങ്ങനെ കൽപ്പനയെ കളിയാക്കി നോക്കുകയാണെ. കൽപ്പന ഛേ എന്ന് പറഞ്ഞാൽ സൂചി വലിച്ചെറിഞ്ഞ് അവിടുന്ന് പോവാ. പിന്നാലെ ഉർവശിയും. ഈ സമയം മുത്തശ്ശി പറയും, ഉപമയും അലങ്കാരവും ഒക്കെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ മോൾക്ക്? അച്ഛൻ പറയും, ദേവനാരായണൻ തിരുമേനിയുടെ പാണ്ഡിത്യം മകൾക്ക് കിട്ടിയതില് അത്ഭുതമൊന്നുമില്ല. അപ്പോ സൂര്യ പറയും, താങ്ക് യു പ്രിയങ്ക. ചില നേരത്തെ നമുക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കും, ചിലപ്പോ ദൈവം തന്നെ നേരിട്ട് സംസാരിക്കും. താങ്ക് യു എന്നിങ്ങനെ പറയണേ സൂര്യ അവളോട്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക അങ്ങോട്ട് എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാല് രാധിക ആകെ പേടിക്കും. ചുറ്റിലും നോക്കുമ്പോ ആരൊന്നുമില്ല. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പൈസയൊക്കെ കൊടുക്കുക. ശേഷം അവിടെ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്, ആരും കാണാതിരിക്കാൻ. ഭഗവാനെ, ആപത്തൊന്നും സംഭവിക്കല്ലേ, വരുൺ എന്നെ കാണല്ലേ എന്നൊക്കെ പറഞ്ഞ നിൽക്കുന്നത്. ഇതേ സമയം ബൈജു വരുണിനെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. വരുൺ ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ കണ്ണ്. വധുവിന്റെ താലിയിലെ കുങ്കുമം ചാർത്തുന്ന ചടങ്ങില് വരന്റെ സാന്നിധ്യം ആവശ്യമാണത്രേ. വരുൺ പറയും, കണ്ണ് കുറേശ്ശെ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ അല്ല. ബൈജു പറയും, അതൊന്നും കാര്യമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു, വാ പതുക്കെ വാ എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ഇറക്കി താഴേക്ക് കൊണ്ടുവരാ. അങ്ങനെ വരുമ്പോ എല്ലാരും ഹാളിൽ ഇരിക്കണേ. മുത്തശ്ശിക്കും ഇതെന്തോ പറ്റി, കല്യാണം കഴിഞ്ഞത് മുതലേ ഇവൻ ബിജുവിന്റെ കൈപിടിച്ചാണല്ലോ നടത്തം. അപ്പൊ വരുണ് വേഗം കൈയെടുത്ത് പോക്കറ്റിലിടും. ചടങ്ങനുസരിച്ച് മണവാട്ടിയുടെ കൈപിടിച്ചാണല്ലോ നടക്കേണ്ടത്. ബിജു പറയും, അതെ, ഇന്നത്തോടെ എന്റെ കൈവിട്ട് പോവല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് മുറുക്കി പിടിക്കുന്നതാ. ഇത് കേൾക്കുമ്പോ എല്ലാരും ചിരിക്കും.
അങ്ങനെ അമ്മ പറയും, എടാ ഇവിടെ നമ്മുടെ ബന്ധുക്കളൊക്കെ എന്താ പറഞ്ഞതെന്നറിയാം, പ്രിയങ്കമോളെ കാണാൻ ഒരു സിനിമ നടിയെ പോലെ ഉണ്ടെന്ന്. അത് കേൾക്കുമ്പോ പ്രിയക്ക് സന്തോഷം ഇരട്ടിയാവുക. പ്രിയ വരുണിനെ നോക്കുന്നുണ്ട്. വരുൺ ഇങ്ങനെ ചിരിച്ചു നിൽക്കുക. കാരണം ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും ക്ലിയറും ഇല്ല. സൂര്യ പറയും, വെറുതെയാണോ അമ്മേ അവൻ പ്രിയങ്കയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും? അവർ രണ്ടുപേരും ചേർന്ന് നിന്നപ്പോ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ അവര് സംസാരിച്ച് ചിരിക്കുക. മുത്തശ്ശി പറയും, മോളെ പുറത്ത് തുളസിത്തറ ഉണ്ടല്ലോ, നമ്മുടെ കാരണവന്മാരുടെ ആത്മാവ് കൂടിയിരിക്കുന്ന സ്ഥലം കൂടിയാണെന്നാ വിശ്വാസം. കുടുംബത്തിലെ ഏത് പ്രധാനപ്പെട്ട ചടങ്ങ് ചെയ്യുമ്പോഴും അവിടുന്ന് ദീപം കൊളുത്തിയെടുക്കണം, അവരുടെ അനുവാദം ചോദിക്കണം. അതാണ് നമ്മുടെ കുടുംബത്തിന്റെ ആചാരം. താലിപൂജയ്ക്കുള്ള വിളക്ക് അവിടുന്ന് കൊളുത്തിയാ എടുക്കേണ്ടത്. മുത്തശ്ശി പോയിട്ട് വരാം എന്ന് പറഞ്ഞ മുത്തശ്ശി പോവാ. ഈ സമയം അമ്മ പറയും വരന്റെ അടുത്ത്, ഡാ ഇങ്ങോട്ടിരിക്കടാ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ഇരുത്തണേ. ഇപ്പൊ അമ്മയുടെ ഒരു സൈഡിൽ വരുണും മറ്റേ സൈഡില് പ്രിയങ്കയും. പ്രിയാണെങ്കിൽ ഒന്നും സംസാരിക്കാത്തത് കാരണം വരുണ് സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ണ് ശരിയാവാത്തത് കാരണം ആളെയും മനസ്സിലായിട്ടില്ല. വരുണാണെങ്കിൽ കഷ്ടപ്പെട്ട് പ്രിയങ്കനെ നോക്കുന്നുണ്ട്, എന്നാ ക്ലിയർ ആവുന്നില്ല. ഇതേ സമയം രാധികയാണെങ്കിൽ ഇപ്പോഴും അവിടെ നിൽക്കണേ. വരുൺ വരുന്നുണ്ടോ നോക്കുക. എന്നാ വരുണിനെ കാണാതാവുമ്പോ പിന്നെ ഒരു ധൈര്യം സംഭരിച്ച് ആ പ്രസാദവും കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങുക. അങ്ങനെ രണ്ടടി നടക്കുമ്പോണ്ടാകും മുത്തശ്ശി വിളക്കുമായിട്ട് വരുന്നേ. ഇത് കാണുമ്പോ രാധിക ഒന്നുകൂടി അങ്ങ് ഞെട്ടും. ദൈവമേ എന്ന് പറഞ്ഞ് ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. ഒരുപക്ഷെ വിളക്കുമായിട്ട് വരുന്ന മുത്തശ്ശി വീഴാൻ പോവുകയോ ഇത് കാണുന്ന രാധിക വിളക്ക് പിടിക്കുകയൊക്കെ ചെയ്യാമായിരിക്കും. അങ്ങനെ ആ വിളക്കുമായിട്ട് രാധിക തന്നെ കണിമംഗലത്തിന്റെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറുമായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ അറിയാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും തന്നെയാണ് പ്രതീക്ഷ. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്